തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി ബന്ധുക്കളടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നു വരുന്നത്. പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരം ബന്ധുവായ കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കൈമാറിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ഈ ഷഹന ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് CI കമ്മീഷണർക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിലും പറയുന്നത്. എന്താണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? പ്രതിഷേധം ആളിക്കത്തുകയാണോ? ഡിസംബർ 26-നാണ് ഷഹന സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം കുടുംബം തന്നെ വലിയ രീതിയിലുള്ള ആരോപണം ഷഹനയുടെ ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം പോലീസ് ഇതിലിടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവരെ പ്രതി ചേർത്തെങ്കിലും പിടികൂടാനാകുന്നില്ല. ഇവർ ഒളിവിൽ പോയതിനെ തുടർന്ന് പ്രതികളെ പിടികൂടാനാകുന്നില്ല എന്നുള്ളത് ആണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയൊക്കെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നു എന്നുള്ള സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് കൃത്യമായി ഈ പോലീസിന് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. ഇവരെവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. പക്ഷേ ഇതിനിടയ്ക്ക് ഈ പ്രതികളെ പിടികൂടുന്നതിനിടെ, അല്ലെങ്കിൽ പിടികൂടാനുള്ള ഒരു ശ്രമത്തിനിടെ ഇവരെ പിന്തുടരുന്ന വിവരം, അതായത് പോലീസ് ഇവരുടെ വാഹനം പിന്തുടരുന്ന വിവരം കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികൾക്ക് ചോർത്തി നൽകി എന്നുള്ള ഗൌരവതരമായ ഒരു കാര്യം, അതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ തിരുവല്ലം CI കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അയാൾക്കെതിരെ നടപടി വേണമെന്നും ഈ റിപ്പോർട്ടിൽ ഈ തിരുവല്ലം CI ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്, ഒപ്പം ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇവരെ ഉടൻ പിടികൂടാനാകുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടികൾക്കെതിരായ, പ്രത്യേകിച്ച് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹത്തിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നു. അതിനൊടുവിൽ ഈ കുടുംബം പലതവണയും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഈ തിരുവല്ലം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടതാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹവുമായി എത്തി ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ. തിരുവല്ലം പോലീസ് സ്റ്റേഷന് മുന്നിലല്ല, ഫോർട്ട് AC ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഉമ്മ തന്നെ രംഗത്തെത്തി കുടുംബത്തിനെതിരെ, അതായത് ഈ ഷഹനയുടെ ഭർത്താവ് നൌഫലിനെതിരെ രംഗത്തെത്തുന്നു. 3 മാസമായി ഷഹന സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനു മുൻപ് നൌഫലിന്റെ ഭാഗത്തുനിന്നും നൌഫലിന്റെ ഉമ്മയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ മർദ്ദനവും പീഡനവും ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അതേ ദിവസം രാവിലെ നൌഫൽ വീട്ടിലേക്ക് എത്തുന്നു, തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം, അതായത് നൌഫലിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട നൌഫലിന്റെ സഹോദരപുത്രന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് ഷഹനയും കുഞ്ഞിനെയും കൂട്ടാൻ നൌഫൽ വന്നത്. ഷഹന പോയില്ല, തുടർന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷമാണ് ഷഹന ആത്മഹത്യ ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. വ്യക്തമാണ്. ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിലാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെയും തയ്യാറാകാത്തത്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തിയിട്ടുണ്ട്.